Dear aspirants, National Defense Academy exam prepare ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കുറേ സ്റ്റുഡൻസ് ചോദിച്ച ഒരു ചോദ്യമാണ് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ റണ്ണിങ് ഒക്കെ ഉണ്ടാകുമോ NDA സെലക്ഷനിലൊക്കെയാണ് ചോദ്യം വരുന്നത്. സോ വളരെ ബേസിക് ആയിട്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, എന്താണ് ആ പ്രോസസ്സ്. ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്, എന്താണ് ഈ പ്രോസസ്സ്, സെലക്ഷൻ എന്താ ചെയ്യേണ്ടതെന്ന്, എവിടെയായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. Okay, physical fitness important ആണ് since you are joining the armed forces. എത്രത്തോളം വേണം I'll tell you. Okay, now എന്താണ് സെലക്ഷൻ പ്രോസസ്? Okay, first UPSC conduct ചെയ്യുന്ന NDA NA exam. Okay, I hope you know about this exam. Okay, ഇപ്പോൾ 2 പേപ്പറാണ് ഇവിടെ ഉള്ളത്. Okay, ഫസ്റ്റ് യു ക്ലിയർ ദിസ് എക്സാം. അപ്പോൾ ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി. അപ്പോൾ ഫോക്കസ് എന്തായിരിക്കണം? പ്രിപ്പറേഷൻ ഫോർ NDA NA റിട്ടൺ എക്സാമിനേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇതിൽ ക്ലാരിറ്റി വരണം. ഓക്കെ, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റണം. ദെൻ കംസ് സെക്കൻഡ് വൺ, SSB. Okay, Services Selection Board interview. Second thing, it's about your personality. It's a 5-day activity. 5 ദിവസത്തെ പരിപാടിയാണ്. Split into 2. Stage 1, ഒരു ദിവസം. Those who clear stage 1, they'll go to stage 2. Remaining 4 days. Okay, this is basically your personality assessment. Okay, you will have psychology, you will have group task, you will have personal interview. Okay, manasa vacha karmana, 3 dimension. ഇനി ഇതില് ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ ഔട്ട്ഡോർ ടാസ്കിൽ ഈ പറയുന്ന പോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് പ്ലാനിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അത് കൂടാതെ ഫിസിക്കൽ ഫിറ്റ്നസ് ചെക്ക് ചെയ്യുന്ന 2 ആക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, ബേസിക്കലി ഒന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഗ്രൂപ്പ് ഓബ്സ്റ്റിക്കൽ റേസ്. ഓക്കെ, ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരു 4-5 ഒബ്സ്റ്റിക്കൽസ് ഉണ്ടാവും ആൻഡ് യു ഹാവ് ടു ക്രോസ് അലോങ് വിത്ത് യുവർ ഗ്രൂപ്പ്. വെരി ബേസിക്, വെരി സിമ്പിൾ. ദെൻ യു വിൽ ഹാവ് ദ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഒബ്സ്റ്റിക്കൽ, IO എന്ന് പറയും, ഇൻഡിവിജ്വൽ ഒബ്സ്റ്റിക്കൽ. ഇവിടെ യു വിൽ ബി ഗെറ്റിംഗ് 10 ഒബ്സ്റ്റിക്കൽസ്, 10 ഒബ്സ്റ്റിക്കൽസ് ഉണ്ടാവും. ഓക്കെ, ബേസിക് ജമ്പ് ഉണ്ടാവും, സിഗ്സാക്സ് ഉണ്ടാവും. ഓക്കെ, ടാർസൻ സ്വിങ്, ബർമ ബ്രിഡ്ജ്. ഓക്കെ, വെരി ബേസിക് സ്ട്രക്ചേഴ്സ്. ഓക്കെ, 10 ഉണ്ടാവും. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് 3 മിനിറ്റ് ഉണ്ടാവും. 3 മിനിറ്റിൽ 10 ചെയ്യണം. 10 ചെയ്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. മാക്സിമം ട്രൈ ചെയ്യുക. എത്ര നമുക്ക് ചെയ്യാൻ പറ്റും? 6, 7, 8, ഫൈൻ. ഇഞ്ചുറി വരരുത്. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണൽ ഇഞ്ചുറി വരാണ്ട് ചെയ്യാൻ പറ്റണം. വളരെ ആക്റ്റീവായി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫിസിക്കൽ ഫിറ്റ്നസ്. ദ മെയിൻ തിങ്, ഓക്കെ, ആഫ്റ്റർ ദിസ് ഇന്റർവ്യൂ യു വിൽ ബി ഹാവിംഗ് വാട്ട്? മെഡിക്കൽ എക്സാമിനേഷൻ. യു ഷുഡ് ബി മെഡിക്കലി ഫിറ്റ്. മെഡിക്കലി നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഓവർ വെയ്റ്റ്, അണ്ടർ വെയ്റ്റ്, അതൊന്നും ഇല്ലാത്ത വേറെ എന്തെങ്കിലും നമുക്കറിയാത്ത മെഡിക്കൽ സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടാവരുത്. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ അഗെയിൻ എ 5-day ആക്ടിവിറ്റി, 4 to 5 days. ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ഇൻക്രീസ് ഓൾസോ. ഓക്കെ, മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇസ് യുവർ മെറിറ്റ്. Merit is based on your UPSC exam, either NDA NA exam. Okay, NDA exam plus SSB score. ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? മെറിറ്റ് വരുന്നത്. ആ മെറിറ്റ് വന്നു കഴിഞ്ഞാൽ ഇഫ് യുവർ റാങ്ക് യു ആർ ഇൻ, ദെൻ യു വിൽ ജോയിൻ ദി നാഷണൽ ഡിഫൻസ് അക്കാഡമി. സിമ്പിൾ. ഓക്കെ, ഇനി ആകെ ഞാൻ പറഞ്ഞ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇത് മാത്രമാണ്. 10 ഒബ്സ്റ്റിക്കൽ ചെയ്യണം. ഓക്കെ, ഈ 10 ഒബ്സ്റ്റിക്കൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ബേസിക് ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ബേസിക് ഫിറ്റ്നസ്, ഒരു 1.5 കിലോമീറ്റർ ഓടാൻ പറ്റണം. ഓക്കെ, ഒരു 15 പുഷപ്പ്, 10-15 പുഷപ്സ് എടുക്കാൻ പറ്റണം. ഓക്കെ, ഒരു 20-25 സിറ്റപ്സ് എടുക്കാൻ പറ്റണം. സ്വന്തം വെയിറ്റ് പുൾ ചെയ്യാൻ പറ്റണം. ഒരു 3, 4, 5 പുള്ളപ്പ് എടുക്കാൻ പറ്റണം. ഈ ലെവലിലുള്ള ഫിറ്റ്നസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ യു ക്യാൻ ഈസിലി ഗോ ആൻഡ് ഗെറ്റ് സെലക്റ്റഡ്. അപ്പോൾ ഇത് നിങ്ങളെ കംപ്ലീറ്റ് സെലക്ഷൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. മെയിൻ ഇസ് ദിസ്. If you don't clear this, then there is no scope. Okay, main is this. Then comes the major part, SSB, personality. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയ ഭാഗം മാത്രം നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്.
ഓക്കെ, ചെറിയ ഭാഗമാണ്. സോ ഫോക്കസ് ഓൺ എക്സാം ക്ലിയറിംഗ്. ചെയ്യൂ, ബേസിക് ഫിറ്റ്നസ് ചെയ്യൂ. യു ഗോ ഫോർ റൺ, ഓക്കെ, ഡു സം പുഷപ്സ്, അങ്ങനെ ബേസിക് ഫിറ്റ്നസ് ഒക്കെ നിങ്ങൾ ചെയ്യണം. സോ ദാറ്റ് യു ആർ ആക്റ്റീവ്, യു ഹാവ് ദാറ്റ് ആക്റ്റീവ് ബോഡി. ഓക്കെ, പക്ഷേ ക്ലിയർ ചെയ്യണമെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ദി NDA and written exam. Then focus has to be in SSB. Okay, this is the way to getting selected at the National Defence Academy.